കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി മലയാള സിനിമാ സംവിധായകരടക്കം 3 പേർ എക്സൈസിന്റെ പിടിയിലായി. സംവിധായകരായ ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരും ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഷാലിഫ് മുഹമ്മദുമാണ് അറസ്റ്റിലായിട്ടുള്ളത്. വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യമാണ്, എങ്കിലും വൈകി വന്ന പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയുന്നു. അതായത് ഖാലിദ് റഹ്മാനും ഒപ്പം അഷ്റഫ് ഹംസയും എന്നീ 2 സംവിധായകർ, ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഷാലിഫ് മുഹമ്മദ്, ഈ 3 പേരാണ് അറസ്റ്റിലായത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ. ഇന്ന് രാവിലെയാണ് പുലർച്ചെയാണ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വ്യാപകമായ ഒരു പരിശോധനകളിലേക്ക് എക്സൈസ് സംഘം കടന്നത്. ആ പരിശോധനകളുടെ തുടർച്ചയായിട്ടാണ് ഇവരെ 3 പേരെയും അന്വേഷണ സംഘം പിടികൂടിയത്. ചെറിയ അളവിലാണ് ഇവരിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത് എന്നതുകൊണ്ട് തന്നെ നിലവിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരിക്കുകയാണ്. എന്നാൽ ലഹരി ഇടപാടുകാരിൽ പങ്കാളികളായ കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ ഈ എക്സൈസ് സംഘം കടന്നിരിക്കുന്നത്. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുമെന്ന് എക്സൈസ് അറിയിച്ചിട്ടുണ്ട്. അവിടെ ലഹരി പാർട്ടി നടന്നിരുന്നോ എന്നും ലഹരി പാർട്ടിയുടെ ഭാഗമായി ആളുകൾ വന്നു പോയിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടി പ്രധാനമായും ഒരു പരിശോധന എക്സൈസ് ഇപ്പോൾ നടത്തുന്നുണ്ട്. നിലവിൽ 3 പേരാണ് പിടിയിലായിട്ടുള്ളത്. എന്നാൽ കൂടുതൽ പേർ എക്സൈസ് സംഘം എത്തുന്നതിന് മുമ്പ് ഈ ഫ്ളാറ്റിൽ എത്തിപ്പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതെല്ലാം അടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. പ്രത്യേകിച്ച് ഷൈൻ ടൗൺ ചാക്കോയുമായി ബന്ധപ്പെട്ട കേസിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ തന്നെ അന്വേഷണ സംഘം ലഹരി ഇടപാടുകളിൽ, ലഹരി കേസുകളിൽ വലിയ തോതിലുള്ള ഒരു നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. ആ നിരീക്ഷണങ്ങൾക്കിടയിലാണ് ഇപ്പോൾ ഈ 3 പേർ കൂടി, 2 സംവിധായകരും ഒരു കൂട്ടാളിയും അല്ലെങ്കിൽ സഹപ്രവർത്തകരും അടക്കമുള്ള ആളുകൾ പിടിയിലായിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് കേന്ദ്രീകരിച്ചുള്ള വിശദമായ ഒരു അന്വേഷണം തന്നെയാണ് പ്രധാനമായും എക്സൈസ് സംഘം നടത്തുന്നത്. കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ടും കൂടുതൽ മൊഴികൾ രേഖപ്പെടുത്തിയും മുന്നോട്ട് പോകുമെന്ന കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും എക്സൈസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ജിജീഷ, 2 സംവിധായകരാണ് പിടിയിലായിരിക്കുന്നത്. അതായത് മലയാള സിനിമയിലെ പ്രമുഖരായ 2 സംവിധാനങ്ങൾ, ഹിറ്റ് സിനിമകളടക്കം സംവിധാനം ചെയ്ത് പ്രശസ്തരായ 2 സംവിധായകർ പിടിയിലായിരിക്കുന്നു. ഏറെ ഗൗരവതരമായ ഒരു വിഷയം തന്നെയല്ലേ? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഗൗരവകരമായ ഒരു സംഭവത്തിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. കാരണം 2 സംവിധായകർ തന്നെ ഈ ലഹരി ഇടപാടിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. അവരെ കേന്ദ്രീകരിച്ച് തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്. മാത്രമല്ല, ഇവർക്ക് ലഹരി എത്തിയിരുന്ന വഴികൾ, ലഹരി ഉപയോഗം എങ്ങനെയാണ് ഈ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച്, സിനിമാ ഇടപാടുകൾ, സിനിമാ സൈറ്റുകൾ കേന്ദ്രീകരിച്ച് നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് എക്സൈസ് സംഘം കടക്കുകയും ചെയ്യുന്നത്. കാരണം ഈ സിനിമാ മേഖലയിൽ നേരത്തെ തന്നെ ഷൈൻ ടൗൺ ചാക്കോയ്ക്ക് ലഹരി എത്തിച്ച വലിയ ഒരു സംഘം ഉണ്ടായിരുന്നു, ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഷൈൻ ടൗൺ ചാക്കോ അതിന്റെ ഭാഗമാണ് എന്നതെല്ലാം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്തിനാണ് ഫ്ളാറ്റിൽ നിന്ന് ഷൈൻ ടൗൺ ചാക്കോ ഇറങ്ങി ഓടിയത് എന്നത് കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലായിരുന്നു. അവിടെ ചില ലഹരിയുടെ ഇടപാടുകൾ വന്നിരുന്നതായും അവർ ലഹരി വിതരണത്തിന് എത്തിയതായും ഉള്ള വിവരം ലഭിച്ചത്. അതേ ഘട്ടത്തിൽ തന്നെയാണ് ഈ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച്, കൊച്ചിയിലെ നിരവധി ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് സിനിമാ രംഗത്തുള്ള ആളുകൾ അവർ ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായി മാറുന്നു എന്നതിന്റെ വിവരങ്ങൾ കൃത്യമായി അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത്. അങ്ങനെയുള്ള പരിശോധനകളാണ് ഇപ്പോൾ പ്രധാനമായും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. എക്സൈസ് സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത് മറ്റു ചില ആളുകളെ കൂടി ചോദ്യം ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റു ചില ആളുകളുടെ ചോദ്യം ചെയ്യലുകൾ കൂടി പൂർത്തിയാക്കുമെന്നും അവരെ കൂടി കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു സാധ്യതയും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ വിശദമായ ഒരു അന്വേഷണത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. ശരി ജിജീഷ, എന്തായാലും ഹൈബ്രിഡ് കഞ്ചാവുമായി 2 സംവിധായകർ കൊച്ചിയിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഛായാഗ്രാഹകൻ സമീർ താഹിറിൻ്റെ കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഇരുവരും പിടിയിലായത്. ഇവരിൽ നിന്ന് 1.5 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂട്ടിട്ടുണ്ട്. ഇവരുടെ സുഹൃത്തും ഇവർക്കൊപ്പം പിടിയിലായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആലപ്പുഴ ജിങ്കാന, തല്ലുമാല, ഉണ്ട തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് പിടിയിലായ ഖാലിദ് റഹ്മാൻ. ഒപ്പം തന്നെ തമാശ, ഭീമൻ്റെ വഴി തുടങ്ങിയ സിനിമകളുടെ സംവിധായകനാണ് അഷ്റഫ് ഹംസ. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ.